ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരധ്യായം ഇവിടെ തുറക്കുകയാണ്. സുസ്ഥിര വികസനത്തിന്റെ മാതൃകകൾ തേടിയുള്ള ഈ യാത്രയിൽ നമ്മളോടൊപ്പം വിധികർത്താക്കളായി ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മാം, മിസ് നിർമ്മല സനു, ആർ ഹേലി, കൂടാതെ നമ്മുടെയൊക്കെ പ്രിയതാരം പത്മപ്രിയയും. മത്സരാർത്ഥിയായി ആദ്യം ഈ വേദിയിലെത്തുന്നത് പത്തനാപുരം പഞ്ചായത്താണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പത്തനാപുരം പഞ്ചായത്തിൽ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം പ്രസിഡന്റ് ശ്രീ ഷാജി, ശ്രീ അബ്ദുൾ റഹ്മാൻ, ശ്രീ പുഷ്പാങ്കദൻ, ശ്രീമതി ഫാത്തിമ ഖാൻ, ശ്രീ ദിലീപ് കുമാർ. പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. ഏതൊരു ഗ്രാമത്തിനും ഒരു കഥ പറയാനുണ്ട് എന്നുള്ളതുപോലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനും തീർച്ചയായും ഉണ്ടാവും ഒരു സ്ഥലനാമ കൗതുകം. എന്താണ് ഈ പത്തനാപുരം എന്ന് പറഞ്ഞ പേര് വന്നത്? എങ്ങനെയാണ്? പത്താനകൾ ഉണ്ടായിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. അതുപോലെ പത്താൻസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണെന്നും ഐതിഹ്യമുണ്ട്. ഈ രണ്ട് വെർഷനും ഉണ്ട് എന്നാണ് നാട്ടുകൂട്ടം പറയുന്നത്. നമുക്ക് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലൂടെ ഒരു കാഴ്ചയായാലോ? ഗ്രാമക്കാഴ്ചകളാവാം നമുക്ക്. ഏകദേശം 25 വർഷം കൊണ്ട് സാമ്പത്തിക വികസനവും പട്ടണരൂപവും കൈക്കൊണ്ട ഒരു പ്രദേശമാണ് പത്തനാപുരം. പണ്ട് ഈ പ്രദേശം കാട്ടുപത്തനാപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാണ്ടിനാടുമായുള്ള വ്യാപാരബന്ധം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടുത്തുകാർക്കുണ്ടായിരുന്നു. അതുവഴി ഇവിടെ പട്ടാണികൾ വന്ന് താമസിച്ചിരുന്നുവെന്നും അങ്ങനെ ആദ്യം ഈ സ്ഥലം പത്താൻസ്പുരമായെന്നും പിന്നീട് ലോപിച്ച് പത്തനാപുരമായെന്നും പഴമക്കാർ പറയാറുണ്ട്. ഇത് പത്തനാപുരം മാർക്കറ്റാണ്. എന്നും ഇവിടെ നല്ല തിരക്കുണ്ടാവും തോന്നുന്നു. ഇതിനപ്പുറത്തായിട്ട് പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു പുതിയ മാർക്കറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗണ്ട് ടാബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പത്തനാപുരത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1928 വെറും 12 കുട്ടികളുമായി തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇന്ന് പ്രൈമറി തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ 7000-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ വലതുകര കനാലാണിത്. തെന്മല ഡാമിൽ നിന്നും മാവേലിക്കരയ്ക്കാണ് ഈ വെള്ളം പോകുന്നത്. പത്തനാപുരം പഞ്ചായത്തിന്റെ കുമ്പിക്കലിലെത്തുമ്പോൾ ഈ തുരങ്കത്തിലൂടെയാണ് വെള്ളം കടന്നു പോകുന്നത്. പാറ തുരന്നുണ്ടാക്കിയ ഈ തുരങ്കത്തിന് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. ഗ്രാമക്കാഴ്ചകൾ നല്ല ജോറായിട്ടുണ്ട്. ഈ വികസനത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും ലോകത്തിനോട് എന്താണ് പറയാനുള്ളത്? വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് മഹാത്മജി ഗ്രാമപ്രദേശത്തെ വികസനം, അതേപോലെ ജനകീയാസൂത്രണത്തിൻ്റെ നായകൻ EMS കാണുന്നത് ഗ്രാമത്തിലൂടെ വികസനം. അതിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഉൽപ്പാദന മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ വികസനം കാര്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ്. NRGSുമായി സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് തരിശു നിലം കിടന്നത് നെല്ലുൽപാദനത്തിന് പ്രയോജനപ്രദമാക്കി
ഏതാണ്ട് 12ഓളം ഏക്കറിൽ നെല്ലുൽപാദനം നടത്തി. ഉൽപാദന ചിലവ് കൂടി വരുന്നതുകൊണ്ട് ഉൽപാദന ചിലവ് കുറച്ചുകൊണ്ടുവരാനാണ് NRGSുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടിവെള്ളം ഞങ്ങൾക്കൊരു മാറാലയായിരുന്നു. കുടിവെള്ളം ഞങ്ങൾ 1500ഓളം കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 8500ഓളം പേർക്ക് പ്രയോജനപ്പെടുകയാണ്. അപ്പോൾ എന്താണെങ്കിലും കുടിവെള്ളത്തിനെ കുറിച്ചാണ് സാറിന് വികസനത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ജിഷ കണ്ട പത്തനാപുരം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അയ്യോ, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഹായുദ്ധങ്ങളൊന്നും ഉണ്ടാവാറില്ലെങ്കിലും ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടക്കാറുണ്ട്. വേനൽക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വരൾച്ചയുടെ പിടിയിലമരുമ്പോൾ വെള്ളവുമായി വരുന്ന ടാങ്കർ ലോറിയിലെ വെള്ളത്തിനു വേണ്ടി ഇത്തരമൊരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പത്തനാപുരം പഞ്ചായത്ത് ഈ മാങ്കോട് പട്ടികജാതി കോളനിയിലേക്കും വാഴപ്പാറ നടുമുരുപ്പ് പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കാനായി ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. ചേച്ചി, വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പോഴും കുറേ വെള്ളം കിട്ടുന്നുണ്ട്. മുൻപെന്ന് പറഞ്ഞാൽ ലോറിയെ വെള്ളം കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവരാത്തപ്പോഴാണ് ഞങ്ങൾ ദൂരെ പോയി വെള്ളം കൊണ്ടുവരുന്നത്. ദൂരെ എന്ന് പറയുമ്പോൾ ഒത്തിരി മില്ലെന്ന് പറയും, അവിടെ മില്ലുണ്ട്. മില്ലിൻ്റെ അടുത്തുനിന്ന് രാജീവ് ഗാന്ധി നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷന്റെ സഹകരണത്തോടെ കേരള ജല അതോറിറ്റിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല നിർവഹിച്ചത്. ഈ പദ്ധതിയിൽ ജലവിതരണം നടത്തുന്നതിനു വേണ്ടി ഏകദേശം 10 കിലോമീറ്റർ നീളത്തിൽ PVC പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധജലം ഉപഭോക്താക്കൾക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി പദ്ധതി പ്രദേശങ്ങളിൽ 74 പൊതു ടാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ആവശ്യമായ ജലം സംഭരിക്കുന്നത് വാഴപ്പാറ തോട്ടിലെ കുഴിക്കാല ഭാഗത്തു നിന്നുമാണ്. അതിനുവേണ്ടി 4 മീറ്റർ വ്യാസവും 9 മീറ്റർ ആഴവുമുള്ള കിണറും പമ്പ് ഹൗസും ശുദ്ധീകരണ സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത്. പത്തനാപുരം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് ആണിത്. ഇതിന്റെ താഴെയാണ് കിണർ. ഈ കിണറ്റിൽ നിന്നും നടുമുറിപ്പ് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പാണിത്. 7.5 HP ആണ് ഇതിന്റെ പമ്പിംഗ് ശേഷി. വാഴപ്പാറ ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റാണ് ഇത്. 20 HP ആണ് ഇതിന്റെ പമ്പിംഗ് ശേഷി. ഈ ചേച്ചിയാണ് ഇവിടുത്തെ പമ്പ് ഓപ്പറേറ്റർ. ചേച്ചി, എപ്പോഴൊക്കെയാണ് ചേച്ചി ഇവിടുന്ന് പമ്പ് ഓൺ ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? 7 മണി മുതൽ 1 മണി വരെ. 1 മണി കഴിഞ്ഞാൽ പിന്നെ 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. ഒരു ദിവസം 2 നേരം. ഈ കിണറ്റിൽ നിന്നും 2 ജലസംഭരണികളിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. 1.25 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള വാഴപ്പാറ സംഭരണിയിലേക്കും 50,000 ലിറ്റർ ശേഷിയുള്ള നടുമുരുപ്പ് സംഭരണിയിലേക്കും. ഇത് വാഴപ്പാറയിലെ മെയിൻ ടാങ്കാണ്. 1.25 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഈ ജലസംഭരണിയിൽ നിന്നാണ് ഈ പദ്ധതി പ്രദേശങ്ങളിലെല്ലാം വെള്ളം എത്തിക്കുന്നത്. വെള്ളം വീഴുന്നുണ്ട്. വാഴപ്പാറയിൽ നിന്നുള്ള മെയിൻ ടാങ്കിൽ നിന്നാണ് ഇവിടെ വെള്ളം എത്തിക്കുന്നത്. അതിനുവേണ്ടി 4 കിലോമീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മാങ്കോട് പ്രദേശം. പത്തനാപുരം പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. ഇവിടത്തേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായാണ് 5000 ലിറ്റർ ശേഷിയുള്ള ഒരു അഡീഷണൽ ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുടിവെള്ള പദ്ധതിയിലൂടെ ഈ പ്രദേശങ്ങളിലാകെ 8500 പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 2009 ജൂലൈ മാസത്തിൽ പ്രവർത്തനം തുടങ്ങിയ പദ്ധതിയാണെങ്കിലും ഇപ്പോഴും ഇതിന്റെ ബാലാരിഷ്ടതകൾ മാറിയിട്ടില്ല. ഇന്നലെ രാവിലെ 10 മണിക്ക് കൊണ്ടുവച്ചാൽ 10:30 വരെ ആ കലം അവിടെ ഇരിക്കുക. ഞങ്ങൾ ആരോടാ ഇനി വിളിച്ച് പറയേണ്ടുന്നത്? ആരോട് പറയണം? ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരോട് പറയണം? പറഞ്ഞാൽ അവരത് പരിഗണനയിൽ എടുക്കത്തില്ല. എത്ര ദിവസം, 1 മാസം കൊണ്ട് ഞങ്ങൾ പറയുക. പൈപ്പ് ലൈനിലുണ്ടാകുന്ന പൊട്ടലുകൾ മൂലം ചില ടാപ്പുകളിൽ വെള്ളം എത്തുന്നില്ല എന്ന പരാതി ഗുണഭോക്താക്കൾക്കിടയിലുണ്ട്. ഈ പദ്ധതിയുടെ കുറ്റങ്ങളും കുറവുകളും തീർത്ത് മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒന്നാക്കി മാറ്റാൻ പഞ്ചായത്തിന് കഴിയുമെന്ന് പ്രത്യാശിക്കാം. നമ്മൾ നടത്തിയ പദ്ധതികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ